പറയട്ടെ ഉമ്മമാരെ ഉപ്പമാരെ, അശ്ലീലതകൾ ഒരിക്കലും കുട്ടികൾക്ക് ശീലമാക്കരുത്. ചെറിയ കുട്ടികൾക്ക് സിനിമ കാണിച്ചു കൊടുക്കുന്ന ഹതഭാഗ്യരുണ്ട്. ഞാൻ അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങനെ അല്ല പറയേണ്ടത്, കുറച്ചുകൂടി അപ്പുറം പറയണം. കുട്ടികളുടെ നന്മക്ക് കത്തിവെക്കുന്നവരാണ് അവര്. ചെറിയ കുരുന്നുകൾക്ക് സിനിമയും ഡാൻസും നാടകവും ഒക്കെ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നോവൽ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്, പ്രേമ കഥകൾ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. അതുമൂലം ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ മക്കൾ സ്കൂളിലും കോളേജിലും എത്തുമ്പോ പണ്ടവർ കണ്ടുപഠിച്ചത് ഇപ്പൊ അവർ പ്രാക്ടിക്കലാക്കുന്നു. എന്തേ കാരണം? നമ്മൾ ചിന്തിക്കുന്നില്ല അതെവിടുന്നാ വന്നത് എന്ന്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസികകൾ വാരികകൾ വായിക്കുന്നവരായിരിക്കും. ബാപ്പയും ഉമ്മയും കാണാതെ സ്വകാര്യമായി കുട്ടികളും അതെടുത്ത് വായിക്കും. എന്താണ് അത്? നോവലാന്നേ പറയും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുട്ടി അത് വായിക്കുമ്പോ കുട്ടിയുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തെ അതിന്റെ സങ്കല്പങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാണ്. ഒരു വഴി ഇങ്ങനെ, ഒരു റൂട്ട് ഇങ്ങനെ വരയ്ക്കണ. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയാൽ അങ്ങനെ ആവും, ഇങ്ങനെ സംഭവിക്കും. എന്നാ ഇനി അതൊന്ന് പ്രാക്ടിക്കലാക്കി നടത്തി നോക്കണം. പിന്നെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോ കാലം കുറെ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ വേണ്ട. എന്താ വേണ്ടാത്ത? ഇപ്പൊ വേണ്ടെന്നോ? കുട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. കുട്ടി ഇപ്പൊ വേണ്ടെന്നാവും പറയണത്, സമ്മതിക്കില്ല. അല്ലെങ്കിൽ മോള് സമ്മതിക്കണില്ല. പിന്നെ കുറച്ചുകൂടി ടൈം കഴിഞ്ഞപ്പോ സമ്മതം കാര്യങ്ങളൊക്കെ വലിയ പ്രതിരോധമൊന്നുമില്ല. അപ്പൊ ഏകദേശം ഒരു സമ്മതത്തിന്റെ വകുപ്പിലെത്തിയിട്ട്, പക്ഷേ കണ്ടീഷൻസ്. അതെന്താ? ഞാൻ പറയുന്നവർ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാന മൻ ജല്ല ജലാലുഹു, അതൊരു ബിദ്അത്തുകാരനാണ്, അല്ലെങ്കിൽ അവനൊരു മുനാഫിഖാൻ, അല്ലെങ്കിൽ തനിച്ച ദുർമാർഗിയാണ്, വിശ്വാസ രംഗത്ത് തന്നെ പുറത്തുള്ളവനാണ്. ഈ ഒരു വിഷയത്തിലേക്ക് ഒരിക്കലും ഉപകരണങ്ങളെ കൊണ്ട് മക്കളെ ദുഷിപ്പിക്കരുത്, അശ്ലീലതകളെ കൊണ്ട് ദുഷിപ്പിക്കരുത്. ബാപ്പമാരും ഉമ്മമാരതിന് സമയം കളയരുത്. അങ്ങനെയായാൽ മക്കൾ നന്നായി വരാൻ വലിയ പ്രയാസമാണ്. മക്കൾക്ക് പഠിപ്പിക്കേണ്ട പഠനങ്ങൾ ആ കാലഘട്ടത്തിൽ നല്ല അദബാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നേരെ ചൊവ്വേ ഇൽമു പഠിക്കുന്നിടത്ത് നല്ല പ്രചോദനം, പ്രാധാന്യം കൊടുക്കണം. മടുപ്പ് പറയും, പക്ഷേ മടുപ്പാകുമ്പോ എന്നാ ഉറങ്ങിക്കോന്ന് പറയരുത്. പ്രചോദനത്തിന്റെ വാക്ക് പറയണം. എനിക്ക് ക്ഷീണൊക്കെ തോന്നുന്നു, അല്ല മോനെ കുറച്ചുകൂടി ഒന്ന് വായിക്കും, ഒരു അരമണിക്കൂർ കൂടി ഒന്ന് വായിക്കും.